കേരളത്തിൽ UDF തരംഗം സെഞ്ചുറി അടിച്ച് തിരിച്ചുവരവ്. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ സമ്പൂർണ്ണ ആധിപത്യം. ഉജ്ജ്വല വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ VD സതീശൻ. ഭരണവിരുദ്ധ വികാരത്തിൽ തകർന്നടിഞ്ഞ LDF. അടിപതറി മന്ത്രിമാർ. ധർമ്മടത്ത് പിണറായിയെ ഞെട്ടിച്ചു VP അബ്ദുൾ റഷീദ്. ഭൂരിപക്ഷത്തിൽ വൻ കുറവ്. കണ്ണൂരിലെ CPM കോട്ടകൾ ഉൾപ്പെടെ തകർന്നു. വിശദമായി ചർച്ച ചെയ്യുമെന്ന് MA ബേബി. ഗവർണർക്ക് രാജി സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചരിത്രം കുറിച്ച് BJP. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും താമര വിരിഞ്ഞു. രാജീവ് ചന്ദ്രശേഖറും B മുരളീധരനും BB ഗോപകുമാറും നിയമസഭയിലേക്ക്. നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന ആശയം ജനങ്ങൾ നെഞ്ചേറ്റിയതിന് തെളിവെന്ന് 3 സീറ്റുകളിലെ വിജയമെന്നും രാജീവ് ചന്ദ്രശേഖർ. ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും തോൽവി. ബംഗാളിൽ BJPയുടെ തേരോട്ടം. മമത തകർന്നടിഞ്ഞു. ഭവാനിപൂരിൽ തോൽവി. 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന് അന്ത്യം. അസമിലും പുതുച്ചേരിയിലും BJPക്ക് ഭരണ തുടർച്ച. ബംഗാൾ ജനതയുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴകം തൂക്കി TVK. കന്നിയംഗത്തിൽ ചരിത്രം കുറിച്ച് വിജയ്. ഏറ്റവും വലിയ ഒറ്റകക്ഷി. ആർക്കും ഭൂരിപക്ഷമില്ല. സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടങ്ങി. അപ്രതീക്ഷിത തോൽവിയിൽ ഞെട്ടി DMK. മുഖ്യമന്ത്രി MK സ്റ്റാലിന് ദയനീയ തോൽവി. സംസ്ഥാനത്ത് തീപ്പൊരികളായി CPM വിമതർ. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും അമ്പലപ്പുഴയിൽ G സുധാകരനും ചരിത്ര വിജയം. PK ശശിക്കും PV അൻവറിനും തോൽവി. (2021) മികച്ച നേട്ടമുണ്ടാക്കി മുസ്ലിം ലീഗ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷവുമായി PK കുഞ്ഞാലിക്കുട്ടി. ലീഗിന്റെ ആദ്യ വനിതാ MLA ആയി ഫാത്തിമ തഹ്ലിയ. സംസ്ഥാനത്ത് 2 ഇല കൊഴിഞ്ഞു. മത്സരിച്ച 12 കേരള കോൺഗ്രസ് എമ്മിന് തോൽവി. ഇടതുമുന്നണിയിലെ 9 ഘടകകക്ഷികൾക്ക് MLA മാരില്ല. നേട്ടമുണ്ടാക്കി കേരള കോൺഗ്രസ്. ജോസഫ് വിഭാഗം. RSPക്കും മികച്ച നേട്ടം.